ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 109ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ നമ്മൾ ഒരു ചക്ക സ്പെഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്ക എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ല, പക്ഷേ എരിശ്ശേരി എനിക്കിഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒപ്പം കയ്പ്പയ്ക്കയും പയറും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടി ഒരു ട്രയൽ നോക്കിയതാണ്, നന്നായിരുന്നു. പിന്നെ മീൻ വറുത്തതും പിക്കിളും പപ്പടവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ റെഗുലർ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. ആദ്യം ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്ക എരിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ ചക്ക ഇങ്ങനെ നീളത്തിലെ കട്ട് ചെയ്ത് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി കട്ട് ചെയ്താണ്, പക്ഷേ അത് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കി. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 വിസിൽ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസ് ആയതിനു ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചക്ക നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും കുറച്ച് ജീരകവും പച്ചമുളകും കൂടി ഒന്ന് അത്ര വെണ്ണ പോലെ അരയ്ക്കണ്ട, ഒന്ന് കുറച്ചൊരു തരിയുള്ള പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും തേങ്ങയും ചോക്ക വറുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചക്ക കൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു ഡിഷാണിത്. അപ്പം ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പപ്പയറും മെഴുക്കുവരട്ടിയാണ്. ഇത് എവിടെയോ ഞാൻ വീഡിയോ കണ്ടതാണ്, അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചതച്ചത് ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കളറൊന്നും മാറണ്ട, വെറുതെ ഉള്ളി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് കയ്പ്പയ്ക്കയും പയറും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്പ്പയ്ക്കയും പയറും നന്നായി വെന്ത് വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേഗം വെക്കാം. അപ്പോൾ ഒരു അടപ്പിട്ട് മൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കയും പയറും നന്നായിട്ട് ഒരു 3/4 ഭാഗം വെന്തുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് വെക്കാം. ഇനിയിപ്പം നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസായ ചക്ക എരിശ്ശേരിയും കയ്പ്പപ്പയർ മെഴുക്കുവരട്ടിയും കുറച്ച് മീനിൻ്റെ ഒപ്പമാണ് ഞാൻ സെർവ് ചെയ്തത്. അപ്പോൾ ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.